ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ചെറിയൊരു ഷോപ്പിംഗാണ്. നമ്മൾ ലുലു മോളിലേക്ക് പോകുന്നു. ഒരു ഷോപ്പിംഗാണ്, ഇത് തന്നെ മേടിക്കണം എന്നില്ല, 2-3 ഓപ്ഷൻസ് നോക്കിയിട്ടേ മേടിക്കുള്ളൂ. നമ്മുടെ പുതിയ അപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഷോപ്പിംഗ്. ഓക്കെ, അനുക്കുട്ടിയും കുഞ്ഞും എല്ലാം കാറിലേക്ക് പോയി കഴിഞ്ഞു. ഞാനും അനുക്കുട്ടിയും മോളും എല്ലാം കൂടിയാണ് പോകുന്നത്, തസ്നിയൊക്കെ ആയിട്ട്. ഓക്കെ, ജസ്റ്റ് ഒരു സിമ്പിൾ ഷോപ്പിംഗ്. ലുലു മോളിലേക്ക് പോകുന്നു. കയറിയതാണ് മെട്രോയിൽ. കുറച്ച് നാളെ മേടിക്കുന്നു ചെരുപ്പ്, കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നില്ലല്ലോ എനിക്ക് ചെരുപ്പ്. ഞാൻ ഹീലുള്ള ചെരുപ്പേ സാരിക്ക്, ഇത് പക്ഷേ നല്ല ഭംഗിയല്ലേ, വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, എൻ്റെ സൈസ് ഇത് കറക്റ്റ് ആവാൻ സാധ്യതയുണ്ട് അല്ലേ? ആണോ? ആഹാ, നോക്കട്ടെ ഇത് എത്ര. ഓമനെ ഓമനെ, അയ്യോ എന്ത് പറ്റി കുഞ്ഞിന്? ഒരു അടുത്ത ഓ കുറച്ച് ചെറുതല്ലേ ഇത് അമ്മയ്ക്ക്. അടുത്ത് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് മലയാളമൊക്കെ അറിയാമെങ്കിലും എൻ്റെ ഹിന്ദി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. യെസ്, ഇതേ നോക്കൂ, ഇറ്റ്സ് നൈസ്. ഇത് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നല്ല ചെരുപ്പാണ്. ഇറ്റ്സ് ഗുഡ്, നൈസ്. അപ്പോൾ 1-2 എടുക്കാം, 2-3 ടൈപ്പ്. അപ്പോൾ നല്ല വിലയുണ്ടല്ലോ, അത് 2600-700. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ ക്രോക്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ വില നോക്കാറില്ല. പക്ഷേ ഇത് ബ്രാൻഡല്ല, മെട്രോയിൽ നിന്ന് വാങ്ങിക്കണം. നൈസ് ചപ്പൽ കൊള്ളാല്ലേ, നൈസ്. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഓ മോനെ, ഇതേ അമ്മാമ്മയുടെ ചപ്പൽ നോക്കൂ, നൈസ്. മോന് ഇഷ്ടമായോ? ഓ അമ്മയുടെ അടുത്ത് നമുക്ക് പോവാം, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പോവാം. ഓക്കെ, ബാക്കിലേ. അയ്യോ നല്ല കുട്ടി. ചെരുപ്പ് നോക്കണോ, ഈ പാറ്റേണിനെ കട്ടി നേരത്തെ അടുത്താണോ നല്ലതിന് അല്ലേ? അമ്മാമ്മയുടെ ചപ്പൽ നോക്കൂ, നൈസ്. മോന് ഇഷ്ടമായോ? ഓ ഓ മോനെ, ഓ മോനെ, ഓ മോനെ, ഐസ്ക്രീം. യെസ് യെസ് യെസ്, എനിക്ക് ഡൗട്ടുണ്ട്, അടുത്ത സൈസ് വേണം. ഓക്കെ, ഫ്രിഡ്ജും ടി വിയൊക്കെ വാങ്ങാൻ വന്നതാണ്. ഇനി അടുത്ത് അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ബേബീനെ കണ്ടുപോയോ? ബേബി ബേബി എവിടെ പോണു? ടാറ്റാ. ഇറങ്ങണോ? കുടുവിന് ഇറങ്ങണോ? ഇതൊക്കെ എത്ര തന്നെയാണ്? എത്ര ഇഞ്ച്? ആ, എന്താ വില? അതെത്ര? ആ ആണല്ലേ, ഓക്കെ. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് വേണ്ടിയിട്ട്
ടി വി ആൻഡ് ഫ്രിഡ്ജ് നോക്കാൻ ഇറങ്ങിയതാണ്. ഫൈനൽ ഡിസിഷൻ ആയില്ല. മോളെങ്ങനെ ഡാൻസ് കത്താറയിലൊക്കെ ഇതിൻ്റെ ഡാൻസ് സ്റ്റെപ്പ്. ഏതാ നമ്മൾ നോക്കുന്നത്? ഫ്രിഡ്ജ് ഇവിടെ. ഓക്കെ ഓക്കെ, വി ആർ ലുക്കിംഗ് ഫോർ എ ഫ്രിഡ്ജ്. മുന്നേ വരൂ, കുപ്പിങ് തരും. ഒരുപാട് ഹൈറ്റ്, ചെറിയ കിച്ചണാണ് ഇത്. പക്ഷേ താഴെ സ്റ്റാൻഡ് വെക്കുമ്പോൾ ഹൈറ്റ് വരുമല്ലോ. ഓക്കെ, ഇത് ഡബിൾ ഡോർ അല്ലേ? ഇത് നമുക്ക് അത്രയൊക്കെ മതിയാണോ അല്ലേ? ഇത് നല്ല സ്പേഷ്യസ് ആണ്. ഇത് ഏത് കമ്പനി? LG യുടെ. 2 സ്റ്റാർ. ഓക്കെ ഓക്കെ. പക്ഷെ അത്ര വലുത് നമുക്ക് വേണ്ട. നല്ല ഭംഗിയുണ്ട്, പക്ഷേ വി ഡോണ്ട് നീഡ് ദിസ്. 2 ഡോർ വേണ്ട, അത്ര സ്ഥലമില്ലല്ലോ അവിടെ. ഒരു അലമാര മാതിരി ഉണ്ടല്ലേ. മനസ്സിലായി. നമ്മുടെ അകത്തിരിക്കുന്ന ഒരെണ്ണം ഇതാണ്. പിന്നെ പക്ഷേ ഇങ്ങനെ ഫ്രീസറും ഇതും രണ്ട് ഓപ്പൺ. യെസ്, ഡബിൾ ഡോർ. ഇങ്ങനെ ലൈക്ക് ഏതന്നു. ഒരു മിനിറ്റ്. നൈസ്. ഇത് 1 lakh പോവണം അല്ലേ? ആണോ? ഓക്കെ ഓക്കെ. അത് ഭയങ്കര ഭംഗിയല്ലേ. പക്ഷെ എത്ര വലുത് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ സ്പേസ് കുറവാണ് ആ കിച്ചണിൽ. ലൂമിയർ ഇൻസ്റ്റാ ഡോ. അത് എന്തൊക്കെ ലേറ്റസ്റ്റാണ് ഇപ്പോൾ. അത് നോക്ക് പുടുവിന്. പുടുമോളെ, ഹായ് ബേബി. ഓട്ടക്കെട്ട് നോക്കണ കുഞ്ഞെവിടെ? ഓട്ടക്കെന്നിട്ട് നോക്കണ കുഞ്ഞ്. ഇങ്ങനെ നോക്ക്, ഇങ്ങനെ നോക്കും. തസ്നിക്ക് പുടു ഒരു പുതിയ പേരിട്ടു. എന്താ പുടു? എന്താ ഇട്ട? അബി. അബി എന്നാണ്. അബി എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. അബി. പുടു ഇട്ട പേരാണത്. അബി. അബി എവിടെ? അബി. നമ്മൾ കുറേ ടവൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയാണ്. അത് പാർവതി വരുന്നതിന് മുന്നോടിയായിട്ടുള്ള ബെഡ്ഷീറ്റ്സ് എല്ലാം നമ്മൾ കുറച്ച് അല്ലേ, ചേച്ചി വരുന്നതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞാണെങ്കിലും എല്ലാം മേടിച്ച് സെറ്റ് ചെയ്യുവാണ്. ഷോപ്പിംഗ്, ഓൾ ന്യൂ തിങ്സ്. ചെറിയൊരു റിഫ്രഷ്മെൻ്റ് കറിയാണ്. പുടൂരൊരു സൂപ്പ്. അയ്യോ, പുടൂരൊരു പുഡിങ് അല്ലേ മോനെ? പാരഗണിലാണ്. പാരഗൺ. അയ്യോ, ഇത് പുടൂനുള്ള സൂപ്പാണ്. ക്രീം ഓഫ് ചിക്കൻ സൂപ്പ്. നമ്മളെല്ലാവരും ജിഞ്ചർ ലൈമാണ് വാങ്ങിയിരിക്കുന്നത്. ഓക്കെ, തസ്നി ഉണ്ട്. അബി പുടുമോള്. അബി പിന്നെ ഇതാ പുടുമോള് അയച്ചാറിലിരിക്കുന്നു. മോൻ്റെ സൂപ്പ് ഇതേ അമ്മ ചൂട് തണുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ജിഞ്ചർ അവർ ലൈറ്റ് റിഫ്രഷ്മെൻ്റ് ആണ്. പിന്നെ മോൾക്കൊരു ചെറിയ പുഡിങ്ങും പറഞ്ഞിട്ടുണ്ട്, കോക്കനട്ട് പൊടി. അത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് പോകും. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ നമുക്ക് വേണ്ടി ഒരു സദ്യ തന്നെ ഇവിടെ റെഡിയാണ്. കണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ, അതായത് നമുക്കൊരു ഓണസദ്യ നേരത്തെ തന്നെ കഴിക്കാൻ പറ്റുന്നു. ഒരു അധ്വാനവും ഇല്ല. അപ്പോൾ ഇന്ന് എനിക്കൊരു ഫ്രീ ഡേ ആണ് സത്യത്തിൽ. ഇതേ നോക്കിയേ, നല്ല നീറ്റ് പാക്കിംഗ്, അടിപൊളി. ഓണസദ്യ ബൈ കേരള ഡിലൈറ്റ്സ്. കേരള ഡിലൈറ്റ്സിൻ്റെ വേറെയും കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ, ഞാനത് കാണിച്ചു തരാം. ഇതെല്ലാം തന്നെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഫ്രീസറിൽ നിന്നെടുത്ത് ഒന്ന് തോ ചെയ്യാനായിട്ട് തലേ ദിവസം തന്നെ ഒരു 24 hours മുന്നേ എടുത്ത് പുറത്ത് വയ്ക്കുക. പുറത്ത് മീൻസ് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചാൽ മതി, ചില്ലർ ഭാഗത്ത്.
ഫ്രീസറിൽ നിന്ന് മാറ്റി. എന്നിട്ട് നമ്മൾ മൈക്രോവേവിൽ ഒന്ന് ഫ്രീസ് ചെയ്ത് എന്നിട്ട് മൈക്രോവേവിൽ അതൊന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ഇഡ്ഡലി അങ്ങനെയെല്ലാം ആകും. ഇത് ഓക്കെ, ഫാമിലി പാക്ക് ഇഡ്ഡലീസിൻ്റെ. ഇത് കീപ് ഫ്രോസൺ അറ്റ് -18 സെൻറ്റിഗ്രേഡ് ആണ്. അത് ഇന്ത്യയിൽ നിന്നാണ് പ്രൊഡക്ഷൻ. ഇത് UK-യിലാണ്, പക്ഷേ മാർക്കറ്റ് ഇവിടെ അല്ല, ഇവിടെ കിട്ടില്ല. ഓക്കെ, UK-യിലുള്ള നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം കാണിച്ചു തരുന്നത്. ഓക്കെ, പിന്നെന്താ വേണ്ടത്? അതുപോലെ ഇഡ്ഡലി ഉണ്ട്. അത് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഫ്രം കൊച്ചിയാണ്. ഇത് UK-യിൽ വന്നു കഴിഞ്ഞിട്ടാണ് അവിടുത്തെ ഏഷ്യൻ സ്റ്റോഴ്സിൽ കിട്ടുന്നത്. ഇത് അതുപോലെ ഇടിയപ്പംസ്. ഇത് ഡീഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ മൈക്രോവേവ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ഇടിയപ്പമായിട്ട് മാറും. കണ്ടോ, ഇതെല്ലാം ഫാമിലി പാക്കാട്ടോ. 1 2 3 കുറേ പീസസ് ഉണ്ട്. നമ്പേഴ്സ് എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. സ്റ്റോറേജ് ഇൻസ്ട്രക്ഷൻസ് ഇത്രയേ ഉള്ളൂ. സ്റ്റോർ ബിലോ -18 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഫ്രോസൺ അണ്ടിൽ റെഡി ടു പ്രിപ്പയർ. ഡു നോട്ട് റീഫ്രീസ് ആഫ്റ്റർ ദ. ഇത് വൺസ് ഇത് ഫ്രീസറിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഡീഫ്രീസ് ചെയ്യരുത്. കൺവെൻഷണൽ ഓവനിലാണെങ്കിൽ ഓവൻ ഒരു 375 ഡിഗ്രിയിൽ ചൂടാക്കുക, 375 ഡിഗ്രിയിൽ. എന്നിട്ട് പ്രോഡക്ട്സ് ഒരു സിംഗിൾ ലെയറായിട്ട് ഒരു കുക്കി ഷീറ്റിൽ, അൺഗ്രീസ്ഡ് കുക്കി ഷീറ്റാണ്, എണ്ണ ഒന്നും തടവരുത്, വെച്ചിട്ട് ഒരു 4 മിനിറ്റ് ബേക്ക് ചെയ്യുക. അപ്പോൾ അത് കറക്റ്റാകും. സാധാരണ ഓവനിലാണെങ്കിൽ OTGയിൽ. മൈക്രോവേവാണ് ചെയ്യുന്നതെങ്കിൽ എഗെയിൻ ഈ പ്രോഡക്റ്റ് പാക്കറ്റിൽ നിന്ന് എടുക്കുക, എന്നിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മൈക്രോവേവിൽ 1 to 1.5 മിനിറ്റ്സ്. സെർവ് ഹോട്ട്, അത്രേ ഉള്ളൂ. ഫോർ ബെസ്റ്റ് റിസൾട്ട് ഹീറ്റിംഗ് ഓൺ എ ഫ്രൈയിങ് പാൻ ഇസ് റെക്കമെൻഡഡ്. ഫ്രൈയിങ് പാനിൽ വെച്ച് ഹീറ്റ് ചെയ്താലും നല്ല സോഫ്റ്റ് ആകും. അപ്പോൾ അതും റെക്കമെൻഡഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, കൊള്ളാലോ. എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് അപ്പോൾ 2 പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് പൊറോട്ടാസ്. ഇവരുടെ ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞാൽ ഫ്ലേക്കി പൊറോട്ടാസ്, നമ്മുടെ കേരള പൊറോട്ടാസ്, റെസ്റ്റോറൻറ്റ് പൊറോട്ട. നൈസ്. ഇതും ബേക്കിംഗ് ഓവനിലാണെങ്കിൽ 4 മിനിറ്റാണ് ഡീഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത്. പിന്നെ മൈക്രോവേവിലാണെങ്കിൽ പാക്കറ്റിൽ നിന്ന് മാറ്റിയിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് മൈക്രോവേവിൽ 1 to 1.5 മിനിറ്റ്സ്. സെർവ് ഹോട്ട്. തവയിൽ വെച്ച് ഫ്രൈയിങ് പാനിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്താലും ഭയങ്കര ഹൈലി റെക്കമെൻഡഡ് ആണ്. അതാണ് അടുത്ത കാര്യം. അപ്പോൾ പൊറോട്ടാസ്, പിന്നെ കേരള പൊറോട്ടാസ്, പിന്നെ ഉന്നക്കായ്. ഉന്നക്കായ്, പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ള ഗ്രേറ്റഡ് തേങ്ങ ചെരുക്കിയത്, അവിയൽ മിക്സ്, അവിയലിൻ്റെ കട്ട് വെജിറ്റബിൾസ്. നൈസ്. കട്ട് ചെയ്യണ്ട സംഭവം, ഓക്കെയാണ്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. അവിയലിന് ആവശ്യമുള്ള വെജിറ്റബിൾസിൻ്റെ മിക്സ്. മലബാർ പൊറോട്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മലബാർ പൊറോട്ട ഉണ്ട്. 12 പീസസ് റെഡി ടു ഈറ്റ് ഫാമിലി പാക്കായിട്ട് അങ്ങനെയുണ്ട്. പച്ചച്ചക്ക ഫ്രൂട്ട്സിൻ്റെ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ നീളത്തിന് മുറിച്ചിട്ടുണ്ട്. ചിപ്സ് ഉണ്ടാക്കാനും എല്ലാത്തിനും നല്ലതായിരിക്കും. ഇത് തേങ്ങയുടെ പീസ് ഇങ്ങനെ മുറിച്ചത്. സ്ലൈസ്ഡ് കോക്കനട്ട് നമുക്കിങ്ങനെ ഉലർത്തിയതിലൊക്കെ ചേർക്കാൻ പറ്റുന്ന രീതിയിൽ. ദിസ് ഇസ് 12 പീസ് ഉണ്ട്. ഇത് മലബാർ പൊറോട്ട ഗോതമ്പിലെ ലെയർഡ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇത് മലബാർ പൊറോട്ട ഇൻ ഡിഫറെൻറ്റ് പാക്കിങ്. ഇതും വീറ്റ് ബ്രെഡ് തന്നെയാണ്. പിന്നെ വരുന്നത് കുറേ സ്നാക്ക്. പാൽക്കപ്പ. വാവ്, പാൽക്കപ്പയുണ്ട്. പിന്നെ കുറച്ച് സ്നാക്സ് ആൻഡ് സ്വീറ്റ്സ്, ലഡ്ഡു. ഓക്കെ, ഇതെല്ലാം ഇങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്താൽ മതി കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസ്, ന്യൂട്രീഷൻ ഫാക്ട്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡയറക്ഷൻസ് ഫോർ യൂസ്: റിമൂവ് പ്രോഡക്റ്റ് ഫ്രം പാക്കറ്റ്, തോ ദി പ്രോഡക്റ്റ് ടു റൂം ടെമ്പറേച്ചർ, ലഡ്ഡൂസ് ആർ റെഡി ടു സെർവ്. ഇത് വേറെ ചൂടാക്കലൊന്നും വേണ്ട, ജസ്റ്റ് റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കഴിക്കാം. പിന്നെ തിരിച്ച് വൺസ് ഫ്രീസറിൽ നിന്ന് മാറ്റിയാൽ പിന്നെ തിരിച്ച് ഫ്രീസറിൽ വെക്കരുത്, ഡീഫ്രീസ് ചെയ്യാൻ. ഇതെല്ലാം ലഡ്ഡൂസാണ്. പിന്നെ വരുന്നത് ഇലയട. ഇലയട. ഇതെങ്ങനെയാണ്? നേരെ പാക്കറ്റ് പൊട്ടിക്കുന്നു, പ്രോഡക്റ്റ് എടുക്കുന്നു, ട്രാൻസ്ഫർ ഇൻടു മൈക്രോവേവ് സേഫ് പ്ലേറ്റ്, ഹീറ്റ് ഓൺ ഹൈ ഫോർ 2 to 3 മിനിറ്റ്സ്. ഒരു പകുതി ടൈം ആകുമ്പോൾ തിരിച്ചിടുക എടുത്തിട്ട് പ്രോഡക്റ്റ്, അതായത് 1 മിനിറ്റ് 1.5 മിനിറ്റ് ആകുമ്പോൾ തിരിച്ച് വയ്ക്കും. ഫോർ ബെറ്റർ റിസൾട്ട് തോ ദ പ്രോഡക്റ്റ് ബിഫോർ ഹീറ്റിംഗ്. അത് മസ്റ്റാണ് കേട്ടോ. ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് തന്നെ ഫ്രീസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഒരു ഏകദേശം റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരണം, എന്നിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് ചൂടാക്കുന്നതിന് മുന്നേ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും, ഫ്രഷ് ആയിരിക്കും. കഴിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത് നല്ല ഇപ്പോൾ ഉണ്ടാക്കിയതുപോലെയാണ് ഇരിക്കുന്നത് ഓരോ കാര്യങ്ങളും. സോ ഇലയട കണ്ടു, ലഡ്ഡു കണ്ടു, പിന്നെന്താ കൊഴുക്കട്ട അതുകൊണ്ട്. മൈ ഗോഡ്, അപ്പോൾ ഇല്ലാത്ത എന്താണെന്ന് ചോദിക്കും. ഇത് സ്റ്റഫ്ഡ് കൊഴുക്കട്ട, അകത്ത് തേങ്ങ വെച്ചിട്ടുള്ള സ്റ്റഫിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു. ഇതൊക്കെയാണ് ഇവരുടെ ബാക്കി കുറച്ച് പ്രോഡക്റ്റ്സ്. ഓക്കെ,
കേരള ഡിലൈറ്റ്സ്. ഈ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ UK, സിംഗപ്പൂർ, ന്യൂസിലാൻഡ് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. ഏഷ്യൻ സ്റ്റോഴ്സിൽ അന്വേഷിച്ചാൽ മതി കേരള ഡിലൈറ്റ്സ്. ഇതെല്ലാം നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചത്. നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ കേരളത്തിൽ അത് കിട്ടില്ല, ഇന്ത്യയിലും അവൈലബിൾ അല്ല അറ്റ് പ്രസൻറ്റ്. പക്ഷെ പ്രൊഡക്ഷൻ ഇവിടെയാണ് നടക്കുന്നത്, കൊച്ചിയിൽ. ഇനി ബാക്കി പ്രോഡക്ട്സും കൂടി കാണാം. വാവ്, എന്തുമാത്രം പ്രോഡക്ട്സ് അവർക്ക്. ദേ ബനാന റോസ്റ്റ്, അതായത് നമ്മുടെ പഴംപൊരി, അത് സ്റ്റഫ്ഡ് ആണല്ലോ, പഴം നിറച്ചത്, അതിൻ്റെ കാര്യങ്ങളുണ്ട്. പിന്നെ കുമ്പിളപ്പം ഉണ്ട്. ഓ, വയണയിലുള്ള കുമ്പിളപ്പം. പിന്നെ എന്തൊക്കെയാ, സുഖിയൻ. മൈ ഗോഡ്, സുഖിയനുണ്ട്. ഇതൊക്കെ നമുക്ക് ഫ്രഷായിട്ട് ഉണ്ടാക്കിയതുപോലെ കഴിക്കാൻ പറ്റും. ഒന്ന് ഹീറ്റ് ചെയ്തെടുത്താൽ മതി മൈക്രോവേവിലോ, അങ്ങനെ ആ രീതിയിൽ, അല്ലെങ്കിൽ കൺവെൻഷണൽ ഓവനിൽ. ഓ, വെജ് പഫ്. എൻ്റെ അമ്മി വെജ് പഫ്സ് ഉണ്ട് കേട്ടോ. പിന്നെന്താ, ഇഡ്ഡലിയുടെ സ്മോളർ പാക്സ്. ഓക്കെ, കപ്പ മുറിച്ചത്. ഓക്കെ, മാഞ്ചസ്റ്ററിലായിരുന്നെങ്കിൽ എനിക്കിതൊക്കെ എന്ത് ഉപകാരമായിരുന്നതെന്നറിയോ. കാരണം എനിക്ക് അവിടെ വെച്ച് കപ്പ എല്ലാം കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സാണ് ചില സമയത്ത്. നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ പോയി വാങ്ങാറുണ്ട്, പക്ഷേ ഇങ്ങനെ കുറേ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യാറില്ല. അങ്ങനെ എനിക്കുള്ള കോക്കനട്ട് ചട്നി അതും ഉണ്ടോ. ഓഹോ, തേങ്ങാ ചമ്മന്തി. നമ്മുടെ കൊച്ചുള്ളി, തൊലിയെല്ലാം മാറ്റിയത്, തോട് കളഞ്ഞ കൊച്ചുള്ളി, ഇതൊക്കെ വളരെ ഉപകാരമാണ്. കട്ട് മാംഗോ, പച്ച മാങ്ങ മുറിച്ചത്, മീൻ കറിയിലൊക്കെ ഇടാം. പിന്നെന്താ, അങ്കമാലി സ്റ്റൈലിൽ മാങ്ങാക്കറി ഉണ്ടാക്കാം. എന്തുമാ, വെജിറ്റബിൾ കട്ട്ലറ്റ്. വെജിറ്റബിൾ കട്ട്ലറ്റും ഉണ്ട്. ഓക്കെ, അവിയൽ മിക്സ് പോലെ സാമ്പാറിൻ്റെ കട്ട് വെജിറ്റബിൾസ്, സാമ്പാർ മിക്സ്, എല്ലാം എളുപ്പം കാര്യങ്ങൾ. എൻ്റെ ഫ്രിഡ്ജ് ഏതായാലും നിറഞ്ഞു കഴിഞ്ഞു. ഇതേ നോക്കിയേ, എൻ്റെ ഫ്രീസർ കംപ്ലീറ്റ്. ദിസ് ഇസ് മൈ ഫ്രീസർ പാർട്ട്. ചില്ലറും ഫ്രീസറും ഉള്ള ഫ്രിഡ്ജ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. രണ്ട് എന്താ പറയുക, 2 ഡോർ അലമാര സ്റ്റൈലാണ്. സോ ഇറ്റ്സ് ഗുഡ്. ഇനി ആവശ്യാനുസരണം ഉപയോഗിച്ചാൽ സൈഡിലും ഒക്കെ വയ്ക്കാം, അല്ലാണ്ട് സ്ഥലം തികയില്ല, അത്രയ്ക്ക് ഫുള്ളായി. വലിയ സന്തോഷം തോന്നുന്നു ഫ്രിഡ്ജ് കണ്ടിട്ട്. ഫ്രീസർ കംപ്ലീറ്റ് ഫുള്ളായി. സാറിന് ഞാനിങ്ങനെ മാഞ്ചസ്റ്ററിൽ പാർവതിയുടെ ഫ്രിഡ്ജിനകത്താണ് ഫ്രീസർ ഇങ്ങനെ, അവരുടെ ഫ്രിഡ്ജിനകത്ത് ഉള്ള ഫ്രീസറും അല്ലാണ്ട് ഫ്രീസറായിട്ട് തന്നെ ഒരു സംഭവം ഉണ്ട് അവിടെ, സെപ്പറേറ്റ് ഫ്രീസർ. അവർ ഇഷ്ടംപോലെ ഫ്രോസൺ ഫുഡ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മളങ്ങനെ ഒരു പതിവില്ല. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇത്രയും റെഡി ടു ഈറ്റ് ഐറ്റംസ് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കുന്നത്. അൺബോക്സ് ചെയ്യട്ടെ. യെസ്, ഇത് ഫ്രീസറിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രീസറിലാണ് വെച്ചിരുന്നത്. ഫ്രീസറിൽ നിന്ന് എടുത്ത്, ശരിക്കും ആക്ച്വലി പറഞ്ഞാൽ ഫ്രീസറിൽ നിന്ന് കുറച്ച് നേരം വെളിയിൽ വെച്ചാൽ അതൊന്നുകൂടി ഒന്ന് ആ ഒരു ഫ്രീസിങ് ടെമ്പറേച്ചർ മാറണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മൈക്രോവേവിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി കഴിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ അതുപോലെ വെളിയിലിരിക്കുകയാണ്. ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് കുറച്ച് നേരമായി. ഇത് നോക്കിക്കോളൂ, കേരള ഡിലൈറ്റ്സ്. പിന്നെന്താ, ഓണസദ്യ, ഒത്തൻറ്റിക് ഫ്ലേവേഴ്സ് ഓഫ് 20 ഡിഷസ് ആണ് ഇതിനകത്തുള്ളത്, മെയ്ഡ് ബൈ കേരള ഡിലൈറ്റ്സ്. ഇതിലിപ്പോൾ ഏകദേശം ഇത് കീപ് ഫ്രോസൺ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഫ്രീസ് ചെയ്യണം. പിന്നെ നോ പ്രിസർവേറ്റീവ്സ്, നോ ആർട്ടിഫിഷ്യൽ കളേഴ്സ്. ഓ, ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. 5 പേർക്കുള്ള പാക്കിംഗ് ആണ് കേട്ടോ. ദിസ് ഇസ് 5 persons. 5 പേർക്ക് കഴിക്കാം. ഇങ്ങനെ ഓപ്പണിങ് ഈസ് വെരി ഈസി. 2 സൈഡിൽ നിന്നും വളരെ ഗംഭീരമായ പാക്കിംഗ്. വാവ്, ഇല ഉൾപ്പെടെയാണ് കേട്ടോ. ദിസ് ഇസ് പേപ്പർ ലീഫ്. 5 എണ്ണം ഉണ്ട്, 5 elas. ഓക്കെ, വാഴയിലയുടെ റെപ്ലിക്ക. ഓ, 5 ഇലയുണ്ട്. ഇത് 5 പേർക്കാണല്ലോ സദ്യ. അപ്പം ഇല അന്വേഷിച്ച് നടക്കണ്ട, സുഖം പരിപാടി. വാവ്, പപ്പടം മാത്രം കാച്ചണം. ഓക്കെ, പപ്പടമുണ്ട്. ഇതിനകത്തെല്ലാം പേര് എഴുതിയിട്ടുണ്ട്. ഒക്കെ ഫ്രോസണായിട്ട് കിട്ടുന്നതാണല്ലോ. പൈനാപ്പിൾ പച്ചടി, പിന്നെന്താ ബീട്രൂട്ട് കിച്ചടി. ഞാൻ എല്ലാം ബോക്സിൽ നിന്ന് വെളിയിൽ വയ്ക്കാൻ പോവാണ്. വളരെ സ്പെഷ്യലായിട്ട് അങ്കമാലി മാംഗോ കറി, അച്ചാർ
കവറിലാണ് വരുന്നത്. ലൈം പിക്കിൾ, മാംഗോ പിക്കിൾ, യെസ്, മാങ്ങാക്കറി, നാരങ്ങ അച്ചാർ, പുളിയിഞ്ചി. വാവ്, പുളിയിഞ്ചി. സ്വീറ്റ്സൊക്കെയാണ് കേട്ടോ ആദ്യം വരുന്നത്. റെഡ് ഹൽവ, വാവ്, ബ്ലാക്ക് ഹൽവ. എന്ത് വേണം ഇനി? രസക്കൂട്ടാണ് ഇത്. രസം ഉണ്ടാക്കാനുള്ള ഇൻസ്ട്രക്ഷൻസും ഇതിനകത്തുണ്ട്. ഇതിലെല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിനകത്ത് ഇടേണ്ട കൂട്ട് കാര്യങ്ങളെല്ലാം അതെല്ലാം കൂടി ചേർത്തിട്ട് രസം ഉണ്ടാക്കാനുള്ള കൂട്ട്. ഇത് ശർക്കര വരട്ടി, പിന്നെ ബനാന ചിപ്സ്, നമ്മുടെ ഉപ്പേരി, വറ്റൽ, അങ്ങനത്തെ കാര്യങ്ങൾ. തീരുന്നില്ല, അടുത്ത സെക്ഷനിലേക്ക് കയറുന്നു. ഓ, സാമ്പാറായി. പിന്നെന്താ, ഓലൻ, അവിയൽ, കൂട്ടുകറി. ദൈവമേ, എന്തൊക്കെ സാധനങ്ങളാണ്! ഫുൾ 20 ഐറ്റമാണല്ലോ. ഇനി വീണ്ടും അടുത്ത സെക്ഷൻ. ഇങ്ങനെ ഓരോ സെക്ഷനും ഇങ്ങനെ ഡിഫറൻഷ്യേറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതുണ്ട്, കവറിങ് ഉണ്ട്. ഇതാണ് എന്തൊക്കെയാണ് നോക്കട്ടെ. വെജിറ്റബിൾ തോരൻ, മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ, പരിപ്പ് കറി. തീരുന്നില്ല, ഇനി പായസം വരുന്നുണ്ട്. അടപ്രഥമൻ, ദൈവമേ അടിപൊളി. പയറ് പായസം. എല്ലാ കാര്യങ്ങളും ആയിക്കഴിഞ്ഞു. ഫുൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. ചോറ് മാത്രം ഇതിനകത്തില്ല, ചോറ് നമ്മൾ വയ്ക്കണം. ബാക്കിയെല്ലാം. പപ്പടം കാച്ചണം, രസക്കൂട്ടുണ്ട്, അത് രസം മിക്സ് ചെയ്യാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. അതനുസരിച്ചിട്ട് രസവും ഒന്ന് തിളപ്പിച്ചെടുക്കണം, പിന്നെ ചോറ് വേവിക്കണം, പപ്പടം ഒന്ന് കാച്ചണം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ഈ രസക്കൂട്ട് തന്നിരിക്കുന്നത് എന്താ വെച്ചാൽ രസം ഉണ്ടാക്കാനാണ്. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഇതിലുണ്ട്. അതായത് 500 ml വാട്ടർ, ദറ്റ് ഈസ് 1/2 ലിറ്റർ വെള്ളം എടുക്കുക. ഇതിനകത്തെ പുളിയുണ്ട്, പുളി പേസ്റ്റും അതുപോലെ രസത്തിൽ ചേർക്കേണ്ട ബാക്കി മിക്സ് എല്ലാം താളിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം രണ്ടും കൂടി 1/2 ലിറ്റർ വെള്ളത്തിലിടുന്നു. അത് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കുന്നു, എന്നിട്ട് തിളപ്പിക്കുന്നു. എന്നിട്ട് ഉപ്പ് നമ്മുടെ ആവശ്യാനുസരണം. പിന്നെ അതിനകത്ത് ടൊമാറ്റോയോ മല്ലിയിലയോ ഒക്കെ എക്സ്ട്രാ വേണമെങ്കിൽ അതും ചേർക്കാം. ഇങ്ങനെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. അപ്പോൾ അത് എളുപ്പമായി. രസക്കൂട്ട് കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ചോറും രസക്കൂട്ട് തിളപ്പിക്കുന്ന ജോലി. പപ്പടം കാച്ചണം അറിയാമല്ലോ, പപ്പടം കാച്ചാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയേ ഉള്ളൂ. ഇല ഉൾപ്പെടെ കിട്ടിക്കഴിഞ്ഞു. വാഴ ഇലയിൽ നിന്നും തുടങ്ങാം. ഇത് എവിടം തൊട്ട് ഇങ്ങനെയാണ് പോണേ. ഇത് ഇത്രയും ഒറ്റ ബോക്സിനകത്തുള്ള കാര്യങ്ങളാണ് കേട്ടോ. അടിപൊളി. 5 പേർക്കുള്ള ഭക്ഷണം. ഇതെല്ലാം ഓരോരോ കണ്ടെയ്നേഴ്സിലാണ് കേട്ടോ ഇരിക്കുന്നത്. അത് എല്ലാം തന്നെ മൈക്രോവേവ് സേഫാണ്. ഇതിലൊരു കവറിങ് ഉണ്ട്. അത് ജസ്റ്റ് ഫോർക്ക് കൊണ്ട് ഒന്ന് എയർ പോക്കറ്റ്സ് ഉണ്ടാവാണ്ട് ചെറുതായിട്ടൊന്ന് ഒരു കുത്ത് കൊടുത്തിട്ട് നമുക്ക് വയ്ക്കാം. അത് ഇച്ചിരി ഒന്ന് ഇതാക്കിയിട്ട് എല്ലാം ആവശ്യം ഒരു 1 മിനിറ്റ് അങ്ങനെ എല്ലാം ഒന്ന് ചൂടാക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. പിന്നെ രസം തിളപ്പിക്കണം, പപ്പടം കാച്ചണം, ചോറ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. അത്രേ ഉള്ളൂ. പിന്നെ എല്ലാം ഇങ്ങനെ ചൂടാക്കി വെക്കട്ടെ. എന്നിട്ട് ഓണസദ്യ വിളമ്പാം. അപ്പോൾ ഓരോന്നിനും എത്ര സമയം വേണം അതനുസരിച്ച്. കിച്ചടി പച്ചടിക്കൊക്കെ വളരെ 1 മിനിറ്റ് ഇസ് മോർ ദാൻ എനഫ്. മറ്റതൊക്കെ ചിലപ്പോൾ 2 മിനിറ്റ്സ് വേണമായിരിക്കും. സാമ്പാർ, അങ്കമാലി മാങ്ങാക്കറി, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും റീഹീറ്റ് ചെയ്താൽ മതി. റീഹീറ്റിംഗ് അല്ല, ശരിക്കും പറഞ്ഞാൽ മൈക്രോവേവിൽ ഹീറ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ എല്ലാം ഫ്രോസൺ ഫുഡാണല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ പുറത്ത് വെച്ചിട്ടൊന്ന് ടോ ചെയ്തെടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നിട്ട് മൈക്രോവേവിൽ നമ്മൾ അപ്പോൾ നേരത്തെ പുറത്ത് വയ്ക്കണം, ഫ്രീസറിൽ നിന്നെടുത്ത് ഒരു 1 മിനിറ്റ് 2 മിനിറ്റ്സ്. അത് അതിൻ്റെ ഐറ്റത്തിൻ്റെ ഏത് ടൈപ്പാണ്, സാമ്പാർ, അവിയൽ, അങ്ങനത്തെ ഒക്കെ കുറച്ചുകൂടെ കൂടുതൽ സമയം. ഇതിനൊക്കെ 1 മിനിറ്റ് തന്നെ ധാരാളം. പച്ചടി കിച്ചടിയെല്ലാം, തോരൻ, എല്ലാ കാര്യങ്ങളും. എന്ത് സുഖമല്ലേ, എളുപ്പ പരിപാടിയായില്ലേ. അപ്പം നാട് മിസ് ചെയ്യുന്നവർക്ക്, നാട്ടിൽ ഇത്രയും കറികളൊക്കെ ഉണ്ടാക്കാൻ ഒറ്റയ്ക്കൊക്കെ പാടായിരിക്കും. മാത്രമല്ല കുറച്ച് പേർക്കായിട്ട് ഉണ്ടാക്കാൻ മടിയായിരിക്കും. ഇതിപ്പോൾ 5 പേർക്കുള്ള ബോക്സായിട്ട് കിട്ടുന്നുമല്ലോ. അപ്പോൾ അത് വലിയ സൗകര്യമായി എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിത് പാർവതിയോടും പറയുന്നുണ്ട്, എൻ്റെ മോളുടെ അടുത്ത്. അവർക്കും അവിടെ വേണമെങ്കിൽ വാങ്ങാമല്ലോ. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓണസദ്യയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ആ സമയത്ത് അവിടെ ഉണ്ടാവില്ല. പാർവതിയൊക്കെ ഈ സമയത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട് ഓണസമയത്ത്. അപ്പോൾ അവർ ഇവിടുന്ന് തിരിച്ച ഓണം കഴിഞ്ഞാൽ ഉടനെ പോകും. പക്ഷെ അവരുടെ ഓണം സെലിബ്രേഷൻ അവിടെ ചെന്നിട്ടായിരിക്കും വീണ്ടും അവിടുത്തെ ഓണം, അശ്വിൻ്റെ ഫാമിലി മെമ്പേഴ്സുമായിട്ട്. ആ സമയത്ത് വേണമെങ്കിൽ ഇതിൻ്റെ ബോക്സ് കുറച്ച് ആവശ്യമുള്ളത് വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഒരു 30 പേർക്കുള്ളതാണെങ്കിൽ ഒരു 6 ബോക്സ് വാങ്ങിക്കുക, ധാരാളം മതിയാവും. സോ അവിയൽ ഇസ് റെഡി. ഓക്കെ, പെർഫെക്റ്റ്. നല്ല മണം, നല്ല വെളിച്ചെണ്ണയുടെയൊക്കെ മണം വരുന്നുണ്ട് കേട്ടോ. നാടൻ മണം, ഒത്തൻറ്റിക്.
കൊള്ളാം കേട്ടോ. ബീട്രൂട്ട് കിച്ചടി 5 പേർക്ക് ധാരാളം ഓക്കെയാണ്. അപ്പോൾ ഒരുപാട് വേറെ പാത്രങ്ങൾ എടുക്കണ്ട, ഈ പാത്രത്തിൽ തന്നെ ഹീറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തൊക്കെ അഡ്വാൻറ്റേജാണ്. അച്ചാർ മാത്രം നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റണം. ബീട്രൂട്ട് പച്ചടി, ലൈം പിക്കിളെല്ലാം നമ്മൾ കവറിൽ നിന്ന് മാറ്റി നമ്മുടെ പാത്രത്തിലേക്ക്. സൂപ്പർ കേട്ടോ, എന്ത് ടേസ്റ്റാണ് നാരങ്ങയ്ക്കല്ല. ഒന്നൊന്നര അച്ചാർ തന്നെയാണ്. മാങ്ങാക്കറി, മാങ്ങ അച്ചാർ. ഇതൊന്നും ശരിക്കും ചൂടാക്കേണ്ട ആവശ്യമില്ല, കാര്യം ഇത് റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നാൽ മതി. പുളിയിഞ്ചി ഇത് ചൂടാക്കാനുണ്ട്, കാര്യം അതിനകത്തത് ഓയിലൊക്കെ. ഇനി ഹൽവ, റെഡ് ഹൽവയും ഒരു ബൗളിൽ ഞാൻ റെഡ് ഹൽവ വയ്ക്കുന്നു. ഒന്നിനകത്ത് ബ്ലാക്കും വയ്ക്കാം. ദ ബ്ലാക്ക് ഹൽവ ഈസ് ഓൾസോ റെഡി. പപ്പടം കാച്ചാനായിട്ട് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചു. ഓഹോ ഹോ, കറക്റ്റ് 5 പപ്പടമാണ് കേട്ടോ. 5 പപ്പടംസ്. ഞാനിങ്ങനെ ഹോളിട്ടാണ് ഞാൻ പപ്പടം കാച്ചത്. എനിക്ക് ഒരുപാട് പൊള്ളുന്ന ഇഷ്ടമല്ല. അങ്ങനെ ഭയങ്കരമായിട്ട് ബബിളിയാതിരിക്കാൻ 2 ഹോളിടും. ആ ഹോളാണ് ഈ കാണുന്നത്. ഞാൻ പപ്പടക്കമ്പി കൊണ്ട് കുത്തി വെച്ചതാണ്. രസത്തിനുള്ള പുളിയും പുളി പേസ്റ്റ്, പിന്നെ രസക്കൂട്ട്. ഇതിപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് ഇടണമെന്നില്ല കേട്ടോ. ആദ്യം വെള്ളത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നിച്ച് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചാലും മതി. അതായിരിക്കും കറക്റ്റ്. ഞാൻ പക്ഷേ തിരിച്ചാണ് ചെയ്തിരിക്കുന്നത്. രസക്കൂട്ടും കൂടി തട്ടി കൊടുക്കുക. എല്ലാം കൂടി കിടന്നിട്ട് തിളക്കട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ തിളപ്പിക്കുന്നതിന് മുന്നേ തന്നെ കൈ കൊണ്ട് തന്നെ വേണമെങ്കിൽ പുളി പേസ്റ്റ് വെള്ളത്തിൽ യോജിപ്പിച്ചിട്ട് ബാക്കി പൊടിയും കൂടി തട്ടിയിട്ട് തിളപ്പിക്കാം. ഇതിപ്പോൾ ഞാൻ അങ്ങനെയല്ല, നമുക്കിനി ഇളക്കി ആ പുളി പേസ്റ്റും കൂടി ഇതിനകത്ത് യോജിപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പും പുളിയും എരിവും എല്ലാം ആവശ്യത്തിനുണ്ടാവും. നന്നായിട്ട് തിളക്കട്ടെ. നല്ല ഒന്നാന്തരം രസം റെഡിയായി കഴിഞ്ഞു. അതെ, ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ, 2 3 മിനിറ്റോ 4 മിനിറ്റോ തിളച്ചാലും കുഴപ്പമൊന്നുമില്ല എക്സ്ട്രാ. ഇനി ഇതിൽ വേണമെങ്കിൽ മല്ലിയില, ടൊമാറ്റോ ഇടുകയാണെങ്കിൽ ഇത് തിളയ്ക്കുന്നതിന് മുന്നേ ഇടണം. അതൊന്ന് വാടണമല്ലോ, അതനുസരിച്ചിട്ട്. എന്നിട്ട് ഒരു ടൊമാറ്റോ ഒക്കെ ഇട്ടാൽ മതി മാക്സിമം, കാര്യം ആവശ്യത്തിന് പുളിയൊക്കെ ഉണ്ട്. പിന്നെന്താ, മല്ലിയിലയും കൂടി ഇട്ടാൽ ഫിനിഷ് ആവും. ഇതിപ്പോൾ ഞാൻ മല്ലിയിലയൊന്നും ഇടുന്നില്ല, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചു കഴിഞ്ഞു. പീസസിനെ ഞാനിങ്ങനെ 5 പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചൂടാക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇത് റൂം ടെമ്പറേച്ചറിലേക്ക് വന്നാൽ മാത്രം മതി. ഇത് 5 പേരുടെ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് 5 പീസ്. ഓക്കെ, 5 പീസസ് ഓഫ് ഹൽവ. അതെ, ഇതൊക്കെ ഇലയിൽ വിളമ്പാനുള്ളതാണ്. അച്ചാറ്. ഇനി നമ്മുടെ ചിപ്സ്, കാവറുത്തതും ശർക്കര വരട്ടി. ശർക്കര വരട്ടിയെന്ന് ട്രിവാൻഡ്രം സൈഡിൽ പറയും, ചില സ്ഥലത്തൊക്കെ ഉപ്പേരി എന്ന് പറയുക. ചിപ്സും കൂടി തട്ടി വയ്ക്കും. ഇത്രയൊക്കെ പോലെ 5 പേർക്ക് ധാരാളം, ഇഷ്ടം പോലെ ഉണ്ട് ക്വാണ്ടിറ്റി. നമ്മളൊരു ഇലയിൽ 2-3 എണ്ണം അല്ലേ വെക്കുന്നേ സാധാരണയായിട്ട്. എൻ്റെ മുഖത്തേക്ക് നോക്കുക, എൻ്റെ സന്തോഷം. മേശ നിറഞ്ഞു കഴിഞ്ഞു കറികളും ചോറും ഒക്കെ ആയിട്ട്. നോക്കിയേ, 20 കൂട്ടം കറികളും ചോറും. 20 ഐറ്റംസാണ്, പായസം ഉൾപ്പെടെ. അതായത് 13 കറികളുണ്ട്, ചോറുണ്ട്, പിന്നെ 2 പായസം, എല്ലാം 13. എല്ലാം കൂടി ചേർന്ന് നോക്കുമ്പോൾ പിന്നെ സ്വീറ്റ് ഇതെല്ലാം ചൂടാക്കി കഴിഞ്ഞു. നോക്കിയേ, എന്ത് ടേസ്റ്റാണ്. ഞാൻ ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, സ്വാദിനെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. ഇറ്റ്സ് സോ ഗുഡ് ആൻഡ് യമ്മി. ഓരോന്നായിട്ട് കാണിച്ചു തരാം. അച്ചാറ് കണ്ടല്ലോ, ചൂടാക്കിയിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി. പുളിയിഞ്ചി സെറ്റ് ചെയ്തു. പുളിയിഞ്ചി ഒരു 1-1.5 പുളിയിഞ്ചി കേട്ടോ, അത്ര ടേസ്റ്റ്. പിന്നെ നമ്മുടെ പരിപ്പ് ഈ എറണാകുളം തൃശ്ശൂർ സ്റ്റൈലിലൊക്കെ ഇങ്ങനെ വച്ചൊരു ഇലയിൽ വയ്ക്കുമല്ലോ, ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടല്ലേ കഴിക്കുന്നത്. ഏതാണ്ട് ആ ഒരു പാറ്റേണാണ്. ഒഴിച്ചു കറി പോലെയല്ല, ഇച്ചിരി തിക്കായിട്ടാണ് വരുന്നത്. ഭയങ്കര ടേസ്റ്റ്, പക്ഷേ രക്ഷയില്ല. പിന്നെ സാമ്പാർ കറക്റ്റായി, നല്ല 1-1.5 സാമ്പാറാണ്.
അടിപൊളി സാമ്പാർ, നല്ല മണം. ഇതെല്ലാം ചൂടാക്കുമ്പോൾ എന്ത് മണമായിരുന്നു എന്നറിയാമോ? പക്ഷേ ഇല്ല. സോ നൈസ് സാമ്പാർ. ഇതാണ് അങ്കമാലി മാങ്ങാക്കറി. വാവ്, അതും അതിഗംഭീരം. പിന്നെ രസം, ആവി വറക്കുന്ന രസം. ചിലർക്ക് വെറുതെ കുടിക്കുന്ന ഇഷ്ടമാണ് ആഫ്റ്റർ സദ്യ, ചൂട് രസം ഇങ്ങനെ കുടിക്കാനും. പിന്നെ അത് കഴിഞ്ഞിട്ട് കറികളിൽ തോരൻ, മിക്സ്ഡ് വെജിറ്റബിൾ, നല്ല വെളിച്ചെണ്ണയുടെയൊക്കെ ഒരു നല്ല മണമാണ് ഇത് ചൂടാക്കുമ്പോൾ. അതുപോലെ ഓലൻ, കൺസിസ്റ്റൻസിയൊക്കെ നോക്കൂ, കുമ്പളങ്ങ എല്ലാം ഇട്ടിട്ടുണ്ട്, അങ്ങനത്തെ ഓലൻ. അവിയൽ കറക്റ്റ് പാകം, ഇത് ഭയങ്കര മണമായിരുന്നു. അതുപോലെ ബീട്രൂട്ട് കിച്ചടി, പൈനാപ്പിൾ പച്ചടിയിൽ മുന്തിരിങ്ങയൊക്കെ ഇട്ടെ പൈനാപ്പിൾ പച്ചടി കേട്ടോ, ആ സ്റ്റൈലാണ്. അതും ഓക്കെ. പിന്നെ കൂട്ടുകറി, ഇത് വടക്കൻ കൂട്ടുകറിയാണ്, കടലയിട്ട കൂട്ടുകറി, അതും ഓക്കെ. അടപ്രഥമൻ, ദൈവമേ, അടപ്രഥമനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എത്ര സമയമെടുത്ത് ചെയ്യണമല്ലേ സാധാരണ. അവർ സമയമെടുത്ത് തന്നെയാണ് ചെയ്തത് കേട്ടോ. ചെയ്തിട്ട് ഫ്രീസ് ചെയ്തിട്ടാണ് ഇങ്ങനെ വിപണിയിൽ ഇറക്കിയിരിക്കുന്നത്. നോ പ്രിസർവേറ്റീവ്സ്, നോ കളർ ആഡഡ്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കറക്റ്റ് കൺസിസ്റ്റൻസി ആൻഡ് ടേസ്റ്റ്. അതുപോലെ ഇത് പയർ പായസമാണ് രണ്ടാമത്തേത്, അതും ഗംഭീരം. എള്ളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, എള്ള്, തേങ്ങ കൊത്തെല്ലാം വറുത്തിട്ട് പയർ പായസം. പപ്പടം ഞാൻ കാച്ചി കഴിഞ്ഞു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആയി. ഇനി സദ്യ വിളമ്പാം. പിന്നെ നമ്മുടെ നേന്ത്രപ്പഴം ചിപ്സ്, പിന്നെ ശർക്കര വരട്ടി, മാങ്ങ, നാരങ്ങ അച്ചാർ, പിന്നെ അറിയാമല്ലോ 2 ഹൽവ, പുളിയിഞ്ചി, എല്ലാ കാര്യങ്ങളും ആയി കഴിഞ്ഞു. ഞാനിങ്ങനെ ഏതൊക്കെ പറഞ്ഞു എനിക്കൊരു കൺഫ്യൂഷൻ. ഇല പോലും ബ്രാൻഡഡാണ്, SAS-ൻ്റെ പേപ്പർ വാഴയില. നോക്കിക്കോളൂ, ശർക്കര വരട്ടിയും ചിപ്സും, പപ്പടം, പുളിയിഞ്ചി, ഇത് 2 വരിക്ക് കറി വയ്ക്കേണ്ടി വരും. നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, ബീട്രൂട്ട് കിച്ചടി, പൈനാപ്പിൾ മധുര പച്ചടി, ഇത് നോക്കിയേ മുന്തിരിങ്ങയൊക്കെ ഉണ്ട്. മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ആവശ്യം പോലെ എടുക്കാം. ഒന്നാന്തരം അവിയൽ, കൂട്ടുകറി, ഓലൻ, 2 വരിയല്ല 3 വരി കറിയാണിപ്പോൾ. അങ്കമാലി മാങ്ങാക്കറി. ഇനി നല്ല കുത്തരി ചോറ്, ചമ്പാവരി ചോറ്. ഇപ്പം ചോറിനെക്കാട്ടി കൂടുതൽ കറികളാണല്ലോ. ചോറ് ഞാനിങ്ങനെ എല്ലാ കറിയും കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നീളത്തിനിങ്ങനെ വയ്ക്കണോ. ഞാൻ തന്നെയാണ് എനിക്ക് വേണ്ടി വിളമ്പുന്നത്, അതുകൊണ്ട് ഓൾറെഡി ഇങ്ങനെയെല്ലാം വിളമ്പി വയ്ക്കും. നമുക്കൊരു പഴം വേണ്ടേ, പഴം വയ്ക്കാം. പരിപ്പായതുകൊണ്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ വയ്ക്കാം. ഇനി ഇത് നമുക്ക് ലൂസായിട്ടുള്ള പരിപ്പ് വേണമെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം കൂടി തിളച്ച വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രംകാർക്കാണെങ്കിൽ ആ സ്റ്റൈലിൽ ചെയ്യാം, ഈ ഒഴിച്ച് കഴിക്കുന്നവർക്ക് ആ രീതിയിലാക്കാം. ഇനി അടിപൊളി സാമ്പാർ ഇസ് കമ്മിങ്. സാമ്പാർ, രസം ഒരു സൈഡിലായിട്ട് വയ്ക്കാം. ഓക്കെ, എവിടെ വയ്ക്കാനെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സാമ്പാർ, പരിപ്പ്, രസം, പായസം ഞാൻ ബൗളിലെടുത്ത് വയ്ക്കാം എൻ്റെ സൈഡിൽ. സ്വീറ്റ്സ് ഈ ഭാഗത്ത് തന്നെ വയ്ക്കണം. ഒരു ചുമന്ന ഹൽവയും കറുത്ത ഹൽവയും. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ആയിക്കഴിഞ്ഞു. യെസ്, ഫുൾ സദ്യ. നമ്മൾ ട്രിവാൻഡ്രം സൈഡിലൊക്കെ ഇലയിൽ ഉപ്പ് വിളമ്പാറുണ്ട്. ആവശ്യമുള്ളവർക്ക് ഉപ്പ് തുടക്കത്തിൽ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ രീതിയിലാണെങ്കിൽ ഇവിടെ ഇച്ചിരി ഉപ്പ് വെച്ചു. പിന്നെ വെള്ളം, കുടിക്കാനുള്ള വെള്ളം വേണം. എല്ലാം സെറ്റാണ്. കാര്യം എനിക്ക് വിളമ്പിത്തരാൻ ആരും ഇല്ല ഇപ്പോൾ ഇവിടെ.
ഇനി എല്ലാവരും വരുമ്പോൾ അവർക്കെല്ലാം ഞാനാണ് വിളമ്പി കൊടുക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനി തുടങ്ങാൻ പോകുന്നു. ഓണത്തിന് മുന്നേ തന്നെ ഞാനൊരു ഓണസദ്യ കഴിക്കണം. ഓണ സീസൺ ആയിക്കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്നും സദ്യയായിരിക്കും. ഇവിടെ നമ്മൾ സദ്യവട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സദ്യ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. പിന്നെ നമുക്ക് ഓണം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എപ്പോഴും ഓണസദ്യ തന്നെയാണ്. പക്ഷേ പ്രവാസികൾക്ക് എസ്പെഷ്യലി നമ്മളിപ്പോൾ കേരളത്തിലില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മോളുടെ അവിടെയൊക്കെയാണെങ്കിൽ UK മാഞ്ചസ്റ്ററിലാണെങ്കിലും എനി പ്ലേസ്, ലണ്ടൻ, എനി പ്ലേസ്, ഓണം ഒരു ഭയങ്കര ഫെസ്റ്റിവലാണ്. അപ്പോൾ ഓണം നമ്മളിവിടെ ആഘോഷിക്കുന്ന സമയം തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ നാട്ടിലേക്കൊക്കെ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴേക്കും ഓണം ആഘോഷിക്കുന്നത്. എന്തായാലും അപ്പോൾ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കാമെന്ന് പറഞ്ഞൊരു വലിയ ടീഡിയസ് ജോബാണ്. പിന്നെ ചിലപ്പോൾ ഗ്രൂപ്പായിട്ട് പല ഫാമിലീസ് ചേർന്നിട്ട് കുറച്ച് ആൾക്കാർ കുറച്ച് സാധനം ഉണ്ടാക്കും, അങ്ങനെ ഷെയർ ചെയ്ത് കൊണ്ടുവന്നിട്ട് അങ്ങനെ വിളമ്പി കഴിക്കുന്ന രീതിയുണ്ടല്ലോ. പക്ഷേ അല്ലാണ്ട് ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലീസാണ്, ഇപ്പോൾ 4-5 പേരേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇത്രയും സാധനം ഉണ്ടാക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ. അപ്പോഴെന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു സംഭവം കേരള ഡിലൈറ്റ്സിന് ഓർഡർ ചെയ്താൽ ഓക്കെയാണ്. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ കഴിക്കുന്നതെന്ന് മനസ്സിലായില്ല. അപ്പോൾ എനിക്കൊരു ഭാഗ്യമുണ്ട്, ഇതെടുത്ത് തന്നെ ഓണസദ്യയ്ക്ക് കേരള ഡിലൈറ്റ്സ് എനിക്ക് വേണ്ടിയിട്ട് എത്തിച്ചു തന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ് ഞാനിതിങ്ങനെ കഴിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അത് നിങ്ങളിലേക്ക് നേരത്തെ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. സോ ദാറ്റ് നിങ്ങൾക്ക് ഓണ സമയത്ത് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എല്ലാ ഏഷ്യൻ സ്റ്റോഴ്സിലും കിട്ടുന്നുണ്ട് ഞാൻ. പക്ഷേ ഇപ്രാവശ്യത്തെ ഓണത്തിന് UK മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇവരുടെ തന്നെ പൊറോട്ട, മറ്റ് പല പല പ്രോഡക്റ്റ്സ് ഉണ്ട്. ഈ സ്നാക്സ്, പലതരം സ്നാക്ക് ഐറ്റംസ്, പഴംപൊരി തൊട്ട് എല്ലാം ഉണ്ട്, പരിപ്പ് വട, അങ്ങനെ ഉള്ളിവട, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലാത്ത കറീസ് എല്ലാം അവരുടെ കാറ്റലോഗ് നോക്കിയാൽ മനസ്സിലാകും. വെബ്സൈറ്റിൽ കയറിയാൽ മതി. എല്ലാം കിട്ടും, UK എവിടെയും കിട്ടും. പ്ലസ് സിംഗപ്പൂർ, ന്യൂസിലാൻഡ് അങ്ങനെയുള്ള സ്ഥലത്തുമൊക്കെ അവൈലബിൾ ആണെന്നാണ് ഞാൻ അറിഞ്ഞത്, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ രീതിയിലാണെങ്കിൽ പരിപ്പ് ഒഴിച്ചാണ് കഴിക്കുന്നത്, പക്ഷേ ഇത് തൃശ്ശൂർ ശൈലിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ശൈലിയിലേക്ക് ഇച്ചിരി പരിപ്പിനെ എടുത്ത് കൊണ്ടുവരുന്നു. പപ്പടവും കൂടി മിക്സ് ചെയ്യാം. ഓക്കെ, പരിപ്പ്, പപ്പടം, പിന്നെ കുറച്ച് നെയ്യ്, ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ. യെസ്, നല്ല ചൂടാക്കിയതുകൊണ്ട് നല്ല ചൂടായിട്ട് തന്നെ കഴിക്കാനും പറ്റും. ഹോട്ട് എല്ലാവർക്കും കൂടി വേണ്ടി ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് കറക്റ്റ് പറയും. ഒന്നും പറയാനില്ല, സോ യമ്മി. ഞാൻ സദ്യ ഇഷ്ടപ്പെടുന്ന ആളാണ്, തയ്യാറാക്കുന്ന ആളുമാണ്. നല്ലതാണെങ്കിലേ നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. ദിസ് ഇസ് വെരി വെരി നൈസ്, ഒരു സംശയവും വേണ്ട. അപാര ടേസ്റ്റ്. ഉപ്പൊന്നും എക്സ്ട്രാ ഇടേണ്ടി വന്നില്ല, പാകത്തിന് ഉപ്പുണ്ട്. പുളിയിഞ്ചി, എന്ത് ടേസ്റ്റാണ്. നാരങ്ങ ഞാൻ ഓൾറെഡി ടേസ്റ്റ് കഴിഞ്ഞു, എന്നാലും വീണ്ടും അയ്യോ അപാര നാരങ്ങ. ഇത് ചെറുനാരങ്ങയിലാണ് കേട്ടോ ഈ അച്ചാർ വരുന്നത്. എന്നിട്ട് മാങ്ങാക്കറി, മാങ്ങ ഉപ്പിലിട്ട് നല്ല പിടിച്ചിരിക്കുന്നു, നല്ല അടുത്ത് വന്നിരിക്കാം, സോഫ്റ്റ്. ഇടയ്ക്കിടയ്ക്ക് ചോറും പരിപ്പും. ഇനി ബീട്രൂട്ട് കിച്ചടി, വെരി ടേസ്റ്റി. ഇത് ഇപ്പം നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നു, പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇത് ഫ്രോസൺ ആയിരുന്നു. ഇത് ചെയ്തിട്ട് നമ്മൾ മൈക്രോവേവ് ചെയ്ത് എടുത്ത് ചൂടാക്കിയാണ്. ഇതിപ്പോൾ ഫ്രീസറിൽ നിന്ന് തലേ ദിവസം തന്നെ, ഇപ്പോൾ നാളെയാണ് ആവശ്യമെങ്കിൽ ഇന്ന് രാത്രി തന്നെ താഴത്തെ തട്ടിലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഏകദേശം കറക്റ്റായിരിക്കും, ഉച്ചയാകുമ്പോൾ. ഓക്കെ, എന്നിട്ട് ആ ടെമ്പറേച്ചർ ഓക്കെ ആവും. പിന്നെ വേണം നമ്മൾ മൈക്രോവേവ് ചെയ്യാനായിട്ട്. മധുരപ്പച്ചടി നോക്കട്ടെ, പൈനാപ്പിൾ. അയ്യോ എന്താ ടേസ്റ്റും. അവരെ വിളിച്ച് പറയണം, എനിക്ക് കേരള ഡിലൈറ്റ്സിനെ അറിയിക്കണം എന്നുണ്ട്. ഗംഭീരമാണ്, അടിപൊളിയായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഒരെണ്ണം പോലും കുറ്റം പറയാനില്ല, അത്ര എക്സലൻറ്റ്. തോരൻ, ഇത് ഞാൻ ചൂടാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ടായിരുന്നു. ഫ്രഷ് ഇപ്പം ഉണ്ടാക്കിയ തോരൻ പോലെ തന്നെ ഇരിക്കണു, ഇപ്പം ഉണ്ടാക്കിയ പോലെ സെയിം. ഇനി അവിയൽ, ഇത് നീളം പയറൊക്കെ ഉണ്ട്, ചീങ്ങ പയറുണ്ട്, കായുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ക്യാരറ്റ്സ്, മുരിങ്ങയ്ക്ക, അങ്ങനെ അവിയലും കൂട്ടി കഴിക്കാം.
അമ്മാന്തര അവിയൽ, കൂട്ടുകറി. ഇത് വടക്കൻ കൂട്ടുകറിയാണ്, കടലയിട്ട കൂട്ടുകറി. അടിപൊളി. എല്ലാത്തിലും നല്ല പ്യുവർ കോക്കനട്ട് ഓയിലിൻ്റെ ഫ്ലേവർ കിട്ടുന്നുണ്ട്. അങ്കമാലി മാങ്ങാക്കറി. ഇത് ട്രിവാൻഡ്രം സൈഡിലുള്ള കാര്യമല്ല, പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അത് മാത്രം കൊണ്ട് കുറച്ച് ചോറുണ്ണാൻ പറ്റും. അങ്കമാലി മാങ്ങാക്കറി, സോ നൈസ്. ഇനി നമ്മുടെ ഓലൻ. ഓലനും കാളനുമാണ് ഈ ഭാഗത്തൊക്കെ ഉള്ള കോമ്പിനേഷൻ. പക്ഷെ ഓലനാണെങ്കിലും എന്ത് ടേസ്റ്റ് അറിയാം. കാളന് പകരമാണെന്ന് തോന്നുന്നു ഇതിൽ മാങ്ങ, അങ്കമാലി മാങ്ങാക്കറി ഉള്ളത്. ഗുഡ്. സാമ്പാർ ഞാൻ സാധാരണ ചോറിൻ്റെ കൂടെ കഴിക്കുന്ന ആളല്ല, പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ടേസ്റ്റ് പറയാം. സാമ്പാർ ഒരു സദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഐറ്റമാണ്, അതുകൊണ്ട് അത് ഒഴിവാക്കുന്നത് ശരിയല്ല. നോക്കിയിട്ട് പറയാം കേട്ടോ. യെസ്, സാമ്പാർ അടിപൊളി സാമ്പാർ, എല്ലാം നല്ലത്, ഒന്നും പറയാനില്ല. ആൻഡ് ഫോർ ദ രസം പാർട്ട്, അടിപൊളി. അത് പായസം കുടിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് കഴിക്കേണ്ടത്. അതിൻ്റെ ആ ഒരു മധുരം ബ്രേക്ക് ചെയ്യാനായിട്ട്. അതിൻ്റെ ചിപ്സ് ഞാൻ മറന്നുപോയി. നേന്ത്രക്ക ബനാന ചിപ്സ്, അതിൻ്റെ ശർക്കര വേണ്ടി ക്രിസ്പി. ഇത്രയും ചോറും കൂടി കഴിച്ചു തീർത്തിട്ട് പായസത്തിലേക്ക് കിടക്കും. സത്യം പറയട്ടെ, ഞാൻ സത്യസന്ധമായി പറയുകയാണ്, വെറുതെ പറയുന്നതല്ല. ഇതൊരു പ്രൊമോഷനൊന്നുമല്ല കേട്ടോ. ആക്ച്വലി പറഞ്ഞാൽ കേരള ഡിലൈറ്റ്സ് എനിക്ക് സദ്യയുടെ ബോക്സ് അയച്ചു തന്നു. എനിക്ക് പരിചയമുണ്ട് അവർ. നേരത്തെ ലണ്ടനിൽ പോയപ്പോൾ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഓണറിനെ എനിക്കറിയാം. അപ്പോൾ എനിക്ക് വേണ്ടി അയച്ചു തന്നതാണ്. ഞങ്ങളുടെ ഈ ഐറ്റമൊക്കെ കഴിച്ചിട്ട് അഭിപ്രായം പറയണമെന്നേ പറഞ്ഞോളൂ. ബട്ട് എനിക്ക് തോന്നി ഇത് നിങ്ങളിലേക്കും കൂടി എത്തിക്കണം, കാരണം അത്രയ്ക്ക് നല്ലതാണ്, ഗംഭീരം, ഒന്നും പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്കും കൂടെ ബെനിഫിഷ്യലായിരിക്കും ഈ ഒരു കാര്യം. പ്രത്യേകിച്ച് ഇവിടെ ഉള്ളവരല്ല, UK താമസിക്കുന്നത്. ഫുഡ് ഐറ്റംസൊക്കെ ഇപ്പോൾ നമ്മളൊരു ഹോട്ടൽ റിവ്യൂ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് വെറുതെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം നിങ്ങൾക്കത് ഫസ്റ്റ് ഹാൻഡായിട്ട് കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ നല്ലതാണെന്ന് പറഞ്ഞു നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല അല്ലാന്ന് തോന്നിയാൽ എനിക്ക് വിഷമാവൂലേ. അതുകൊണ്ട് എപ്പോഴും ഒരു ഓണസ്റ്റ് റിവ്യൂ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. പിന്നെ ചെറിയ ടേസ്റ്റ് വൈസ്, ഇപ്പോൾ എൻ്റെ ടേസ്റ്റ് ആയിരിക്കണം എന്നില്ല എല്ലാവർക്കും, എങ്കിലും ഒരു ജനറലി ഒരു ന്യൂട്രൽ ടേസ്റ്റിൽ ഞാൻ പറയാനാണ് ശ്രമിക്കാറ്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നിങ്ങൾക്കത് ജോലി ഭാരം കുറയും, നിങ്ങൾക്ക് എളുപ്പത്തിൽ സദ്യ ഉണ്ടാക്കി കഴിക്കാം, സദ്യ ചൂടാക്കി കഴിക്കാം, ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അടപ്രഥമനിലേക്ക് കിടക്കുന്നു. യെസ്, മധുരം അല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 5 പേർക്ക് കൃത്യമായിട്ടുണ്ടാവും കേട്ടോ. നല്ല ഇത്രയും ക്വാണ്ടിറ്റിയൊക്കെ സുഖമായിട്ട് കഴിക്കാം ഒരാൾക്ക്. അതിനു വേണ്ടി ഉണ്ട് ഇതിനകത്ത്. ക്വാണ്ടിറ്റി വൈസ് ഗുഡ്. ഞാൻ എല്ലാ രീതിയിലും നോക്കുകയാണ്. പഴം, ട്രിവാൻഡ്രക്കാരെല്ലാം പഴം വിത്ത് അടപ്രഥമനാണ് സാധാരണ കഴിക്കാറ്. പഴത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കും. അടിപൊളി. അടപ്രഥമൻ ഇസ് ടു ഗുഡ്. ഞാൻ ആക്ച്വലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കും. ഗംഭീരം, കൊള്ളാം. ഇനി നമ്മുടെ പരിപ്പ് പായസം. പരിപ്പ് പായസവും ഗംഭീരം. എന്താ അറിയോ, ഇടയ്ക്കിടയ്ക്ക് തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, എല്ലാം കിട്ടുന്നുണ്ട്. സൂപ്പർ. സദ്യ കഴിക്കുമ്പോൾ വെള്ളം വേണം സൈഡിൽ. ഈ മധുരം നമുക്കിങ്ങനെ കൂടുതലാണെന്ന് തോന്നുമ്പോൾ അച്ചാർ, നാരങ്ങ ഏറ്റവും ബെസ്റ്റാണ്.
ട്രിവാൻഡ്രത്തൊക്കെ വെള്ളം നാരങ്ങ വയ്ക്കും ഒരു സൈഡിൽ, സദ്യക്കല്ല, കല്യാണ സദ്യ നാക്കിലിങ്ങനെ തൊടാനായിട്ട്, പായസം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. ഹൽവ വിട്ടുപോയി, കറുത്ത ഹൽവ. നൈസ്. രസം കുടിക്കട്ടെ. ആ മധുരം ഒന്ന് ബ്രേക്ക് ചെയ്യാം. അവസാനം മോര് കുടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തായാലും തൈര് ഉണ്ടാവുമല്ലോ, ഇച്ചിരി മോര് ഉണ്ടാക്കി വെച്ചാൽ മതി. റെഡ് ഹൽവ രണ്ടും നന്നായിട്ടുണ്ട്, ഗംഭീരം. അപാരം. സൂപ്പർ സദ്യ. ഐ ലവ്ഡ് ഇറ്റ്. ജെനുവിൻലി പറയാണ്, എനിക്ക് വളരെ ഇഷ്ടമായി. ഒരു ടിപ്പിക്കൽ ട്രിവാൻഡ്രം സ്റ്റൈൽ അല്ലെങ്കിൽ പോലും കുറേയൊക്കെ അങ്ങനെയാണെന്ന് പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് രസം. കഴിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട്, ഒരു സദ്യ കഴിക്കുമ്പോൾ എപ്പോഴും രസം ലാസ്റ്റ് ഓടിക്കുന്നത് എല്ലാം ദഹിക്കാനും ഒന്ന് അമങ്ങി സെറ്റാകാനാണ്. നമുക്കല്ലെങ്കിൽ ഹെവി സദ്യയെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണമാണ്. അത് മാറാനായിട്ടാണ് രസം കുടിക്കുന്നത്. രസം, മോര്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഒന്നും പറയാനില്ല. അടിപൊളി 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 സദ്യ, എളുപ്പത്തിൽ. ഫ്രം കേരള ഡിലൈറ്റ്സ്. എനിവേ, താങ്ക് യു സോ മച്ച് കേരള ഡിലൈറ്റ്സ്. പറയാതിരിക്കാൻ വയ്യ, ഇറ്റ്സ് ടു ഗുഡ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഏഷ്യൻ സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങുക, അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കുക. അവരുടെ വേറെ ഐറ്റംസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നോക്കാം. ഞാൻ എന്തായാലും മാഞ്ചസ്റ്ററിൽ എൻ്റെ പുത്രിക്കും അവിടേക്ക് എല്ലാം അവരോടൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അവരെല്ലാം മേടിക്കും തോന്നുന്നു. എളുപ്പമല്ലേ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ആയിരിക്കട്ടെ. ഇന്ന് കംപ്ലീറ്റ് ഒരു വലിയൊരു തിരക്ക് പിടിച്ച ദിവസം, പക്ഷേ വീട്ടിലെ കിച്ചൺ ഇന്ന് അടച്ചിരിക്കുകയാണ്, ഒരു തിരക്കുമില്ല. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.